അസ്സലാമു അലൈക്കും. ടേസ്റ്റി വണ്ണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുത്താത്തിന് കഴിക്കാനായിട്ട് കുറച്ച് ഓട്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടൊന്നും ഈ 4 മണി സമയത്ത് പുലർച്ചെ 4 മണി സമയത്തൊന്നും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമ്പോൾ ഇതാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമെങ്കിൽ ആ കണക്കിൽ കുറച്ച് ഓട്സ് എടുക്കാം. എന്നിട്ട് ഈ ഓട്സ് മുങ്ങിക്കിടക്കാൻ മാത്രം പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സാക്കി കുറച്ച് സമയം മൂടി വെക്കുമ്പോഴേക്കും നമ്മുടെ ഓട്സ് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പാൽ കട്ടയായ പാലാണ്, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു നുള്ളി ഏലക്കായയുടെ പൊടി, ഇതെല്ലാം കൂടെ വന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് പാൽ കട്ട ആയതുകൊണ്ട് ആദ്യം തന്നെ വലിയ തീയിലാണ് ഞാൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ആ മധുരത്തിന് കണക്കാക്കിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഈത്തപ്പഴം ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് കുറച്ച് മധുരം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഓട്സ് വേവാൻ അധികം സമയമൊന്നും വേണ്ട, പ്രത്യേകിച്ച് കുതിർന്ന് കിട്ടിയ ഓട്സ് ആയതുകൊണ്ട് തന്നെ. ഇനി ഇതൊന്ന് നന്നായി കുറുകി വരട്ടെ. ഏകദേശം നമ്മുടെ ഓട്സ് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നമ്മുടെ ഓട്സ് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഓട്സ് കട്ടിയായിട്ടുള്ള ഓട്സ് വേണ്ടവർക്ക് ആ രീതിയിൽ തയ്യാറാക്കാം. അതല്ല കുറച്ച് ലൂസായിട്ട് നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പാകത്തിലാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളമോ പാലോ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതാ നമ്മുടെ ഓട്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ പഴം, അതല്ലെങ്കിൽ റോബസ്റ്റ് പഴം, ഒരു ചെറിയ കഷ്ണം ആപ്പിള്, ഒരു 4-5 ഈത്തപ്പഴം ചെറുതായി മുറിച്ചത്, ഇത് 3ഉം കൂടെ നന്നായി ചെറുതായി മുറിച്ചത് ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ പഴമൊന്നും വേവാനോ അതല്ലെങ്കിൽ വേവിക്കാനോ നിൽക്കണ്ട, ഈ ചൂടുള്ള പാലിൽ തന്നെ ഇതൊന്ന് ചൂടായി കിട്ടും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ചെറു ചൂടോടുകൂടെയോ തണുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇനി അതല്ല നമുക്ക് തലേദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കണമെങ്കിലും ഇത് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടോടുകൂടെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറു ചൂടോടുകൂടെ തന്നെ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി തണുപ്പോടുകൂടെ അധികം ചൂടൊന്നും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇത് നമ്മൾ രാത്രിക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് വെക്കാം. അതല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് തണുപ്പോടുകൂടെ കഴിക്കാനാണ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും 30 നോമ്പും അതല്ലെങ്കിൽ 29 നോമ്പും എടുക്കാനുള്ള ആയുസ്സും ആരോഗ്യവും അള്ളാഹു തരട്ടെ. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.